എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ ആ കാറിൻ്റെ അകത്ത് ഡാഷ്ബോർഡിൽ ഇതുപോലത്തെ ഫ്യൂൽ ഫിൽട്ടർ വാർണിംഗ് അലാറം വരുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ടാവുക. ഒന്ന്, അത് നമ്മൾ ബോണറ്റിൻ്റെ അകത്തുള്ളൊരു ഫ്യൂൽ ഫിൽട്ടർ ഉണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഫ്യൂൽ ഫിൽട്ടറാണ് ഈ കാണുന്നത്. ഈ ഫിൽട്ടർ ചോക്കായി കഴിഞ്ഞാലോ ഈ ഫിൽറ്ററിൻ്റെ അകത്ത് വെള്ളം കടന്നു കഴിഞ്ഞാലോ ആണ് ഈ വാർണിംഗ് ലൈറ്റ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ താഴെയുള്ള ഫിൽറ്റർ മാത്രം മാറ്റുക. ഈ ഫിൽറ്റർ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം മാറണം. ഈ രണ്ടാമത്തെ ഫിൽറ്ററാണ് ഫ്യൂൽ ടാങ്കിൻ്റെ ഉള്ളിലുള്ളത്. ഇത് സാധാരണഗതിയിൽ ആരും ചെക്കും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. ഏകദേശം 1,00,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഡീസൽ ടാങ്ക് താഴെ ഇറക്കിയിട്ട് ലൈറ്റിംഗ് വരുന്നുണ്ടെങ്കിൽ, ഈ വാർണിംഗ് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഡീസൽ ടാങ്ക് താഴെ ഇറക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഫിൽറ്ററും ക്ലീൻ ചെയ്യണം. ബോണറ്റിനകത്തുള്ള ഫിൽറ്റർ രണ്ട് യൂസാണത്. അത് ഫിൽറ്ററിങ് നടക്കും. നമ്മൾ ലൈനിൽ എവിടെയെങ്കിലും എയർ കയറുകയാണെങ്കിൽ ഈ ലിഫ്റ്റിംഗ് പമ്പ് ഉണ്ട് ഈ മോൾ ഭാഗത്ത്, അത് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈനിൽ ഫ്യൂള് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിൽ നമ്മളിവിടെ പമ്പ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ വർക്ക്ഷോപ്പ് സർവീസ് സെൻ്റർ അടുത്ത് പറഞ്ഞു ആ ഫിൽറ്ററിന് പ്രോബ്ലമാണ്, അതാണ് വാർണിംഗ് ലൈറ്റ് വരുന്നത്. 4,000 രൂപ കൊടുത്തിട്ട് ഞാനത് ആ ലൈറ്റ് മാറ്റി, ആ ഫിൽറ്റർ മാറ്റിയിട്ട് ഈ ലൈറ്റ് പോയില്ല. ഏകദേശം 3 വർഷം വരെ ഞാൻ ഈ പ്രശ്നമായിട്ട് നടന്നു. അതിന് ശേഷം എൻ്റെ വണ്ടി വഴിയിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഓഫായി പോവുക. കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗാഡി ഓഫായി പോയി. പിന്നെ എന്ത് കളിച്ചിട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ബോണറ്റ് തുറന്ന് വെച്ച് എന്നോട് പറഞ്ഞു, ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഫിൽറ്റർ ഉണ്ടല്ലോ, ലിഫ്റ്റിംഗ് പമ്പ്, അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഫ്യൂൾ ഉള്ളിലോട്ട് പോകുന്നു. അങ്ങനെ ആ ഫ്രണ്ടിന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് ഞാനിത് പ്രസ് ചെയ്യാൻ നോക്കുന്നതിന് മുമ്പേ ആ ഫിൽറ്റർ ഉണ്ടല്ലോ, ലിഫ്റ്റിംഗ് പമ്പ് അതങ്ങ് താണുപോയി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ശേഷമാണ് പ്രശ്നം നമുക്ക് മനസ്സിലായി എന്തെന്ന്, സെക്ഷൻ എടുക്കാത്തതാണ്. അതിന് ശേഷം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വണ്ടി ടാങ്ക് താഴെ ഇറക്കിയിട്ട് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ സെക്ഷൻ്റെ ഫിൽറ്റർ. ഇത് ഫുള്ള് ചോക്കായി പോയതിന് ശേഷം നമ്മളെന്ത് പിടിച്ചത്, അതുകൊണ്ടാണ് ഡീസൽ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്ത് ലിഫ്റ്റിംഗ് പമ്പ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ പമ്പ് അടിച്ച് നോക്കുമ്പോൾ സെക്ഷൻ എടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ വാർണിംഗ് ലൈറ്റ് പോവുകയും ചെയ്തു. ഈ ടാങ്കിൻ്റെ അകത്തുള്ള ലിഫ്റ്റിംഗ് പമ്പിനെ പറ്റി എല്ലാവർക്കും നല്ല ധാരണയൊന്നുമില്ല. 3 കൊല്ലമായിട്ട് ആരും പറഞ്ഞില്ല ഇത് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് ലൈറ്റ് വരുന്നത്. കുറേ ആൾക്കാർ പറഞ്ഞാൽ ലൈറ്റ് കംപ്ലൈൻ്റ് ആണ്. ഇതിപ്പോൾ ഇവർ ടാങ്ക് ഇറക്കിയതിന് ശേഷം കൈയിട്ട് വാരി എടുക്കുകയാണ് അതിൻ്റെ അകത്തുനിന്ന്. അത്രയ്ക്കും ചളി നിറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അത് ഡീസലിൽ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഡീസൽ പമ്പിൽ നിന്ന് കയറി വരുന്നതാണ് ഇത്രയും അഴുക്കൊക്കെ. എല്ലാവരും നല്ലോണം വാരി എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനത്താണ് ഞാൻ ഫോട്ടോ എടുത്ത് ആ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും അവർ വാരിയെടുക്കുന്ന, കൈകൊണ്ട് അത്രയും ഫ്യൂൾ ഈ വേസ്റ്റൊക്കെ വാരിയെടുക്കണമെങ്കിൽ അത്രയ്ക്കും നിറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പോൾ ആ കുഴി മൊത്തം അഴുക്കായിരുന്നു. അപ്പോൾ നമ്മളതെടുത്ത് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്ത് ഇപ്പോൾ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നവുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന വർക്ക്ഷോപ്പിലോ തൊഴിലാളികളോ സർവീസ് സെൻ്ററിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 2 ഗുണമുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളെ വണ്ടിക്ക് വരികയാണെങ്കിൽ 2 ഫിൽറ്ററും ചെക്ക് ചെയ്യാൻ മറക്കരുത്. ബോണറ്റിൻ്റെ ഉള്ളിലുള്ള ഫിൽറ്ററും പിന്നെ ഡീസൽ ടാങ്കിൻ്റെ അകത്തുള്ള ഫിൽറ്ററും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.